ചെങ്കോട്ട ആക്രമണത്തിൽ പാക് ഭീകരന്റെ ദയാഹർജി രാഷ്ട്രപതി തള്ളി. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ലഷ്കർ ഭീകരൻ മുഹമ്മദ് ആരിഫിന്റെ ദയാഹർജിയാണ് തള്ളിയത്. 2000 ഡിസംബർ 22 നടന്ന ഭീകരാക്രമണത്തിൽ 3 ജവാന്മാർ വീരമൃത്യു വരിച്ചിരുന്നു. പി ബസന്താണ് വിവരങ്ങളുമായി ചേർന്ന്. ബസന്ത്, ചെങ്കോട്ട ആക്രമണത്തിൽ പാക് ഭീകരന്റെ ദയാഹർജി രാഷ്ട്രപതി തള്ളി. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ലഷ്കർ ഭീകരൻ ഈ ഹർജി കൂടി തള്ളിയതോടുകൂടി ഇയാൾക്ക് വധശിക്ഷ നടപ്പാക്കുമെന്ന് ഉറപ്പാവുകയാണ്. രതീഷ്, ഇനി ഒരു വധശിക്ഷ നടപ്പാക്കുന്നതിന് മുമ്പ് വീണ്ടും സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള ഒരു അവസരം കൂടി മുഹമ്മദ് ആരിഫിന് ലഭിക്കും. അതായത് 24 കൊല്ലം നീണ്ടു നിൽക്കുന്ന ഒരു നിയമ പോരാട്ടമാണ് ഉണ്ടായത്. അതായത് വധശിക്ഷ ലഭിച്ച ശേഷവും അത് നടപ്പാക്കാതെ നീണ്ടുപോകുന്നത് ചൂണ്ടിക്കാണിച്ച് മാനസിക സമ്മർദ്ദം അടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ച് വീണ്ടും സുപ്രീം കോടതിയിൽ ഇത് ജീവപര്യന്തമായി കുറയ്ക്കുന്നതിന് സമീപിക്കാനുള്ള അവസരം കൂടി മുഹമ്മദ് ആരിഫിന് ലഭിക്കുന്നുണ്ട്. 24 കൊല്ലം മുമ്പാണ് ചെങ്കോട്ട ആക്രമണം ഉണ്ടാകുന്നത്. 3 രാജപുട്ടാന റൈഫിൾസ് ജവാന്മാരാണ് അന്ന് കൊല്ലപ്പെട്ടത്. 3 ഭീകരരെയും അന്ന് ഏറ്റുമുട്ടലിൽ വധിക്കുകയും ചെയ്തിരുന്നു. 4 ദിവസത്തിന് ശേഷമാണ് മുഹമ്മദ് ആരിഫിനെ ഡൽഹി പോലീസ് പിടികൂടുന്നത്. ഡൽഹി വിചാരണ കോടതിയും അതോടൊപ്പം ഡൽഹി ഹൈക്കോടതിയും വധശിക്ഷ ശരിവെച്ചു. 2022 സുപ്രീം കോടതിയും ഈ വധശിക്ഷ ശരിവെക്കുകയാണ് ഉണ്ടായത്. മെയ് 15 ദയാഹർജി രാഷ്ട്രപതിക്ക് സമർപ്പിച്ചത്. മെയ് 27 ദയാഹർജി രാഷ്ട്രപതി തള്ളുകയും ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ചെങ്കോട്ട ആക്രമണത്തിലെ പാക് ഭീകരന്റെ ദയാഹർജിയാണ് രാഷ്ട്രപതി തള്ളിയത്. പി ബസന്താണ് ആ വിവരങ്ങൾ നൽകിയത്.